കൊല്ലം കുന്നിക്കോട് 7 വയസ്സുകാരിക്ക് തെരുവുനായയുടെ കടിയേറ്റ ആ വീടും പരിസരവും നായ്ക്കളുടെ വിഹാര കേന്ദ്രമാണ്. പലതവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്ന് നാട്ടുകാർ പറയുന്നു. പ്രദേശത്തെ തെരുവുനായ്ക്കളെ നീക്കം ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതി വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ തീരുമാനമായി. കുന്നിക്കോട് കിണറ്റിൻകര ബംഗ്ലാവ് ജംഗ്ഷനിലുള്ള 7 വയസ്സുകാരിയുടെ വീടിന്റെ പരിസരത്തെത്തുമ്പോൾ അവിടെവിടെയെല്ലാം തെരുവുനായ്ക്കൾ. കുട്ടിക്ക് കടിയേറ്റിടത്തും നിർമ്മാണം പുരോഗമിക്കുന്ന വീട്ടിനുള്ളിലും നായ്ക്കളുടെ സ്വൈരവിഹാരം. ഇപ്പോൾ ഒരു പൊടിക്കുഞ്ഞ് താണ്ട് ഇപ്പോൾ സീരിയസ് ആയിട്ട് കിടക്കുന്നത്. ഇനിയും ആ പട്ടിയുടെ കൂട്ടത്തിൽ ഒരുപാട് പട്ടികളെ അത് കടിച്ചിട്ടുമുണ്ട്. ആ പട്ടികൾ തന്നെ ഈ ചുറ്റും കിടന്ന് കറങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും നടപടിയിൽ ഇനിയും അപകടങ്ങൾ കൂടാൻ സാധ്യതയുള്ളൂ. സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. പ്രദേശത്തെ തെരുവുനായ്ക്കളെ പിടികൂടാൻ തീരുമാനമെടുത്തു. വേസ്റ്റ് ഇടുന്ന ഭാഗങ്ങളിലാണ് തെരുവുനായ്ക്കൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇവയെ നമുക്ക് വന്ധീകരണത്തിന് വിധേയമാക്കി നമ്മളൊരു പുതിയ ഷെൽട്ടർ കുരിയോട്ടുമലയിൽ ആരംഭിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ എത്രയും വേഗം അതിൻ്റെ പണി പൂർത്തിയാക്കി അതിനെ നമ്മൾ അവിടത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ചില തീരുമാനങ്ങൾ ഇന്ന് കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പിൽ നിന്നുള്ള പ്രത്യേക സംഘവും സ്ഥലത്ത് പരിശോധന നടത്തി. കുട്ടിയുമായി സമ്പർക്കത്തിലേർപ്പെട്ടവർ എത്രയും വേഗം പ്രതിരോധ വാക്സിൻ എടുക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. തെരുവുനായി ഭീതിയിലും ആ കുഞ്ഞുമോളുടെ തിരിച്ചുവരവിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഈ ഗ്രാമം. കുന്നിക്കോട് 7 വയസ്സുകാരിക്ക് നായയുടെ ആക്രമണമേറ്റ വീട്ടുപരിസരത്ത് നിന്നും ക്യാമറമാൻ രാജ്കിരണിനും അമൽ സുനിലാലിനുമൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര.